നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ പുതിയ മാർഗവുമായി ദുബായ് പോലീസ്. ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സംവിധാനത്തിന് മനുഷ്യ ഇടപെടലുകളില്ലാതെ തന്നെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കഴിയും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ജൈടെക്സ് മേളയിലാണ് ഈ സിസ്റ്റം പോലീസ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ പാസ്പോർട്ട് സേവനദാതാവായിരുന്ന BLSനെ വിലക്കിയ സാഹചര്യത്തിൽ പാസ്പോർട്ട് അപേക്ഷകർക്ക് അറിയിപ്പുമായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി. ഒക്ടോബർ 17 മുതൽ കുവൈത്ത് സിറ്റി, ഫഹാഹിൽ, ജബൽ അൽ ഷുയിഖ് എന്നിവിടങ്ങളിലെ 4 ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളിലും പുതിയ പോർട്ടൽ വഴി അപേക്ഷിക്കണമെന്നാണ് അറിയിപ്പ്. UAEയിൽ വർക്ക് പെർമിറ്റുകളുടെ അപേക്ഷ വേഗത്തിലാക്കുന്നതിനായി AI ഓട്ടോമാറ്റഡ് സംവിധാനം വരുന്നു. മാനവ വിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് ഈ സംവിധാനം ആരംഭിച്ചത്. ഇതോടെ മനുഷ്യ ഇടപെടലുകൾ കുറച്ച് അപേക്ഷ വേഗത്തിലാക്കാൻ സാധിക്കും. AI ഏജന്റ് വഴി വ്യക്തിഗത ഫോട്ടോകൾ, പാസ്പോർട്ടുകൾ, അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകൾ സിന സ്വയം പരിശോധിക്കും. അവയുടെ കൃത്യതയും ആധികാരികതയും ഉറപ്പാക്കും. ഇത്തവണത്തെ ദീപാവലി ആഘോഷിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 4 മുതൽ 5 ദിവസം വരെ അവധി ലഭിക്കും. UAEയിലെ വാരാന്ത്യ അവധിയോടടുപ്പിച്ച് ദീപാവലി വരുന്നതിനാലാണ് ഇത്രയും ദിവസം ഒന്നിച്ച് അവധി ലഭിക്കുന്നത്. UAEയിൽ ഉടനീളമുള്ള ഇന്ത്യൻ സ്കൂളുകൾ 2025 ദീപാവലിക്ക് 4 മുതൽ 5 ദിവസം വരെ അവധി ലഭിക്കും.